ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന കഷ്ടപ്പെട്ടതിൻ്റെ ഫലം നയനയ്ക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി, നയനയുടേതായ ഒരു കാര്യങ്ങളും നടക്കാതിരിക്കാൻ വേണ്ടി, നയനയുടെ പ്രതിമകളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ട് അമ്മയും മകനും കൂടെ പ്ലാൻ ചെയ്യുന്നു. അതിന് പറ്റിയ ഒരു കൊട്ടേഷൻ സംഘത്തെ തന്നെ അവരിതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുക. അങ്ങനെ അവർ വന്നു ഈ സാധനം കൊണ്ടുപോകുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ കേട്ട് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുക. പക്ഷേ ഇത് എപ്പോൾ കൊണ്ടുപോകുമെന്നുള്ളൊരു ടെൻഷനാണ് അഭിക്ക്. അങ്ങനെ അഭി ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. ജലജ വന്നിട്ട് ചോദിച്ചു, എന്തായടാ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അവന്മാരും എല്ലാം വിളിച്ചോ? കാര്യങ്ങളും എല്ലാം റെഡി ആയോ എന്ന് ചോദിച്ചപ്പോൾ അവന്മാരിപ്പോൾ വിളിച്ചിരുന്നു അമ്മേ, ഇപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം ഓക്കെ ആകുമെന്നും നാളത്തെ ദിവസം അവളുടെ കയ്യിൽ അത് കിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യങ്ങളാണോ? എത്ര നേരമായെന്നറിയോ ഞാൻ പോലും ഉറക്കമുളച്ച് അവന്മാർ ഈ സാധനം കൊണ്ടുപോകുന്ന ആ ഒരു ന്യൂസ് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. എന്നിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ ശരിയാകും? അവന്മാർ എപ്പോൾ കൊണ്ടുപോകുമെന്ന് നീ പറയുന്നേ എന്ന് ചോദിച്ചപ്പോൾ അമ്മേ അതൊക്കെ അവർ കൊണ്ടുപോകും. അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അവന്മാരത് കൊണ്ടുപോകുന്നത് വരെ എൻ്റെ ഉള്ളിലും ഭയങ്കര ടെൻഷനാണ്. എങ്ങനെയാണ് അവന്മാരത് കൊണ്ടുപോകുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയാത്തതിൻ്റെതായ ഒരു വിഷമം എനിക്കും ഉണ്ടെന്ന് പറഞ്ഞു. നീ ഇങ്ങനെ വിഷമമാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം അവന്മാർക്കത് തട്ടിക്കൊണ്ട് പോകാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നാളെ ആ നയനയെന്ന് പറയുന്നവളുടെ അഹങ്കാരം മുഴുവൻ നമ്മൾ കാണേണ്ടി വരും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആളായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കാൻ കിട്ടുന്ന ഈ ഒരു അവസരം കളയാതിരിക്കാൻ മാക്സിമം നോക്കണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ ഇങ്ങനെ അതിനെപ്പറ്റി ഓർത്ത് ആദ്യം പിടിക്കേണ്ട, എന്തായാലും ഇന്ന് തന്നെ അവന്മാരത് കൊണ്ടുപോയിരിക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞ് മകൻ അമ്മയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവർ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണം. അമ്മ ഇനി ഒത്തിരി നേരം ഇവിടെ നിൽക്കേണ്ട, ഇനിയിപ്പോൾ മറ്റാരെങ്കിലും കണ്ട് 100 ചോദ്യമാവും, കാര്യങ്ങളാകും. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മ റൂമിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ മകൻ അമ്മയെ പറഞ്ഞു വിട്ടിട്ട് മകൻ ഇങ്ങനെ അവിടെ നിൽക്കും. അപ്പോൾ മകൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നതും പ്രശ്നം തന്നെയല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നിന്നോടും പൊയ്ക്കോ, നീ കയറി പൊയ്ക്കോ എന്ന് അമ്മ പറഞ്ഞനുസരിച്ച് മകൻ കയറി പോകാനായിട്ട് തുടങ്ങണം. അങ്ങനെ മുറിയിൽ ചെന്നിട്ടാണെങ്കിലും അഭിക്ക് ഉറക്കം വരുന്നില്ല. അഭിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കും എന്ത് ചെയ്യും എന്നുള്ളത്. ആലോചനയും കാര്യങ്ങളുമായിട്ട് ഇരിക്കുന്ന സമയം നവ്യാണെങ്കിൽ തൊട്ടടുത്ത് നല്ല ഉറക്കം. കണ്ടില്ലേ പോത്തുപോലെ ഇവൾ കിടന്ന് ഉറങ്ങുന്നത്. ഇവളെ കൊണ്ട് ഒരു ഗുണവും ഇല്ലാതായി പോയല്ലോ. ഇവളുടെ അനുജത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കാശെങ്കിലും ഉണ്ടാക്കാൻ കൊള്ളാം. തല നിറച്ച് ബുദ്ധിയും തല നിറച്ച് ഐഡിയാസുമായിട്ടാണ് അവൾ ജനിച്ചത്. ഇവക്ക് എന്തുവാണോ ഒരു ബോധവും ഇല്ലാത്ത ഒരുത്തി ആയിപ്പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ടൊക്കെ ഇങ്ങനെ നവ്യ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റ്, അപ്പോഴേക്കും ഇത് കേട്ടിട്ടാണ് എഴുന്നേറ്റത് എന്നുള്ള രീതിയിൽ അഭി ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. നീ എന്താ അഭി ഇങ്ങനെ ഇരിക്കുന്നേ? നീ എന്താ എഴുന്നേൽക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഭാര്യ. നിന്നെപ്പോലെ കിടന്നുറങ്ങാനായിട്ട് എനിക്ക് പറ്റുമല്ലെന്ന് പറഞ്ഞു. അതെന്താ, നിനക്ക് എന്തെങ്കിലും വയ്യാഴികയുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അതുകൊണ്ടാണോ നീ എഴുന്നേൽക്കാത്തത്? നിൻ്റെ കൂടി അന്ന് തൊട്ട് എൻ്റെ ഉറക്കം പോയതാ. അതിനുശേഷം എനിക്ക് മനസമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല. ഇന്നും അത് അങ്ങനെ തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. നിന്നെ കണ്ടാ തീർന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണ അഭിയോട് എപ്പോഴും നീ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത്? അങ്ങനെ കുറ്റം പറയേണ്ട കാര്യം എന്താ? നിനക്ക് എൻ്റെ കൂടെ കഴിയാൻ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നീ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. അതിന് നീ എന്തിനാ ഏത് നേരം എന്നെ ഇങ്ങനെ പഴിക്കുന്നേ എന്നും ചോദിച്ചു നവ്യ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു. ആ സമയം നീ ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങും, ഞാൻ കിടക്കാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ കിടന്നപ്പം നിനക്കല്ലെങ്കിൽ ഏത് നേരം ഉറക്കം മാത്രമേ ഉള്ളല്ലോ, നിൻ്റെ നിഘണ്ടുവിൽ ഉറക്കം എന്നൊരു പേര് മാത്രമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് അഭി ഇങ്ങനെ ദേഷ്യപ്പെടുക. അതൊന്നും കേട്ട മൈൻഡ് പോലും ചെയ്യാതെ ആശാത്തി സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങും കേട്ടോ. അങ്ങനെ ഉറക്കവും കാര്യങ്ങളുമായിട്ട് നമ്മുടെ നവ്യ അങ്ങ് ആഴത്തിലേക്ക് ഉറങ്ങിപ്പോകുന്നു. ഈ സമയത്ത് നാശം പിടിക്കാൻ എന്ത് വരേണ്ട ഗതികേടാണോ എന്നും വിചാരിച്ചുകൊണ്ട് അഭി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് വീട്ടിൽ അവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് നന്ദുവിൻ്റെ ആ ഉള്ളിലെ ആ ഒരു സങ്കടമൊക്കെ പെട്ടെന്ന് നന്ദു അങ്ങ് മാറ്റി വെച്ചു. കാരണം ഇനിയും താൻ ടെൻഷനും അല്ലെങ്കിൽ ഇനിയും അങ്ങനെയൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മനസ്സിലിരിപ്പോൾ ഏകദേശമൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി, തീർച്ചയായും തന്നെ പിടികൂടും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല, ഇവരുടെ മുന്നിൽ അഭിനയിച്ചേ പറ്റൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ നന്ദു ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം നന്ദുവിൻ്റെ ആ മാറ്റം കണ്ടപ്പം പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം വന്ന് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു അമ്മ. നമ്മുടെ ചേച്ചിയുടെ നയനേച്ചിയുടെ കഷ്ടപ്പാടിന് ഇന്ന് ഫലം കിട്ടുന്ന ദിവസമല്ലേ അമ്മേ? നാളെ ആയിക്കഴിഞ്ഞാൽ അതെല്ലാം ഉദ്ദേശിച്ച ആൾക്കാരെടുത്തുകൊണ്ട് പോകും. പിന്നെ നമ്മുടെ നയനേച്ചിക്ക് എന്താമേ ഒരുപാട് അച്ഛൻ്റെ കയ്യിൽ കുറേ പൈസയും വന്ന് ചേരുന്ന ഒരു ദിവസമല്ലേ? അപ്പോൾ അതിൻ്റെ സന്തോഷമാണമ്മേ എനിക്കെന്ന് പറഞ്ഞു. നമ്മുടെ നയനേച്ചി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കാതെ വരില്ലായിരുന്നു അമ്മയെന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നീ അറിഞ്ഞത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയെ കുറേ പുകഴ്ത്തി അവിടെ നിന്ന് കനകവും പറഞ്ഞു. എൻ്റെ നയനമോൾ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ന് ഈ ദിവസം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നും ഇത്രയും കാര്യങ്ങളൊന്നും പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കില്ലായിരുന്നെന്നും അതുപോലെ തന്നെ
ആദർശ് മോനോടും അതിൻ്റെ നന്ദി നമ്മൾ അറിയിക്കണം. കാരണം ആദർശ് വിട്ടെങ്കിൽ മാത്രമല്ലേ നയനയ്ക്ക് ഇങ്ങോട്ട് വരാനായിട്ട് കഴിയുള്ളൂ. ആദർശ് മാത്രമല്ല, ആനന്ദപുരിയിലെ എല്ലാവരും സപ്പോർട്ട് നിന്നതുകൊണ്ടാണ് നമുക്കിത് ചെയ്ത് തീർക്കാനായിട്ട് കഴിഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ പറയാം. അങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. അന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരമായി ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനായിട്ട് നമ്മുടെ അഭിയുടെ ഗുണ്ടകൾ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശബ്ദം കേട്ട് ഗോവിന്ദേട്ടൻ ഇറങ്ങി വന്നു. ഗോവിന്ദേട്ടൻ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഒച്ചയും ബഹളമൊക്കെ കേൾക്കുക. ഇതാരാ? അപ്പം നോക്കുമ്പോൾ എന്താ, അവിടെ ഇരുന്ന പ്രതിമകൾ മുഴുവൻ ഇവർ വണ്ടിക്കകത്തേക്ക് കയറ്റുക കേട്ടോ. അങ്ങനെ കയറ്റുന്നത് കണ്ടപ്പോൾ ആരാ എന്താ എന്നും ചോദിച്ച് ഇറങ്ങി ചെന്ന ഏട്ടനോട് താൻ മാറിക്കിടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ ഈ സാധനങ്ങളെല്ലാം പിന്നെയും പെറുക്കി കെട്ടുന്നു. നിങ്ങളിത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? ഈ സാധനങ്ങളൊക്കെ രാവിലെയാണ് കൊണ്ടുപോകേണ്ടത്, അല്ലാതെ ഇപ്പോഴല്ല കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഇത് എപ്പോൾ കൊണ്ടുപോകണം, എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത്, താൻ ആരാണെന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഗോവിന്ദേട്ടൻ ഇങ്ങനെ നേരത്തെ ഇത് തടയാനായിട്ട് നോക്കുക. ഇതെൻ്റെ മോളുടെ കഷ്ടപ്പാടാണ്, ഇത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഗോവിന്ദേട്ടൻ ഓർത്തത് ഇവർക്ക് ഓർഡർ കൊടുത്തവർ തന്നെ നേരത്തെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണെന്നാണ്. പക്ഷേ ഇവന്മാരുടെ ഡയലോഗുകളും കാര്യങ്ങളും കാട്ടായും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കഥ ഇതല്ല മറ്റൊന്നാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. അദ്ദേഹം എന്നിട്ട് എന്ത് ചെയ്തു, വേഗം തന്നെ അവിടെ കിടന്ന് ബഹളം വെച്ചു. ഇത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല, ഇത് എൻ്റെ മോളുടെ കഷ്ടപ്പാടാണ്, ഇത് നിങ്ങൾക്ക് കൊണ്ടുപോയി നശിപ്പിച്ച് കളയാനുള്ളതല്ല, ഇത് ഞാൻ തന്നു വിടില്ല എന്നും പറഞ്ഞാണ്ട് അങ്ങനെ അദ്ദേഹം ഇത് തടയാൻ നോക്കി. അദ്ദേഹം ഇത് തടയാൻ നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഇവന്മാരെന്ത് ചെയ്തു, അദ്ദേഹത്തിനെ പിടിച്ചൊരു ഒറ്റ തള്ള്. ആ ഒരൊറ്റ തള്ളിൽ അദ്ദേഹം പോയി വീണു. തല ഇടിച്ചാണ് വീണത്. പെട്ടെന്ന് ഇവന്മാരിതും എടുത്തുകൊണ്ട് അങ്ങ് പോവുക. ഇവന്മാരിത് എടുത്തുകൊണ്ട് പോയപ്പോൾ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ, അല്ലെങ്കിൽ ഒച്ചത്തിലൊന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ അദ്ദേഹം അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളയും കേട്ടോ. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഈ ശബ്ദം കേട്ടുകൊണ്ട് അവരെല്ലാവരും കൂടെ ഇറങ്ങി വരുന്നത്. അവരെല്ലാവരും കൂടെ ഇറങ്ങി വന്ന സമയം ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ തലയ്ക്ക് അടിയുണ്ട പോലെ ഇങ്ങനെ അവിടെ കിടക്കുന്നു. പിന്നെ എല്ലാവരും ഓടി ഇറങ്ങുന്നു. അയ്യോ ഗോവിന്ദേട്ടാ എന്ത് പറ്റി, അച്ഛാ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ ഓടി വന്നു. അപ്പോൾ എടുത്തു ഇങ്ങനെ മടിയിലേക്ക് വെച്ചു. വേഗുന്ന കാര്യം ഇദ്ദേഹം പറഞ്ഞു, നമ്മുടെ സാധനങ്ങൾ ഇങ്ങനെ ആരോ വന്ന് കൊണ്ടുപോയി എന്നുള്ളത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൊണ്ടുപോവേ ആര്, എന്താ അച്ഛനീ പറയുന്നത്? എനിക്കറിയില്ല മോളെ, ആരാ വന്നതെന്നൊന്നും എനിക്കറിയില്ല. അതേ നമ്മുടെ ആ ഒരു സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് തന്നെ പിന്നെ ഇവർക്ക് അത് പിടിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ആ ഒരു പരിശ്രമങ്ങൾ നടക്കും. അതിനൊപ്പം തന്നെ നമ്മുടെ ഗോവിന്ദേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും വേണം. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞപ്പോൾ വേണ്ട എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, എൻ്റെ നയനമോളുടെ കഷ്ടപ്പാടാണ് ആ പ്രതിമകൾ, അതൊരു ദ്രോഹികളും കൊണ്ടുപോകാൻ പാടില്ല, അത് എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കണം, അത് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പിന്നെ അവിടെ ആകെയുള്ളത് ആദർശാണല്ലോ, ആദർശ് മനസ്സ് വെക്കണം ആ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ. ഈ സമയത്ത് ഇവന്മാർ ഈ പ്രതിമകളുമായിട്ട് വീട്ടിൽ നിന്ന് കുറേ ദൂരം ഇങ്ങ് പോകുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ടിട്ട് അഭിയെ വിളിച്ചു. ഹലോ അഭി സാർ, ഇനിയിപ്പോൾ പ്രതിമകളെല്ലാം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞു. കിട്ടിയോ? എല്ലാം കിട്ടിയോ എന്ന് ചോദിച്ചു. എല്ലാം കിട്ടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ അവിടെ വന്നായിരുന്നു, അവനെ ഒന്ന് തള്ളിയിടേണ്ടി വന്നു. അതൊന്നും സാരമില്ല, അത് ചിലപ്പോൾ അവളുടെ തന്ത വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറയാം. എന്നിട്ട് ഇവന്മാരോട് അപ്പോൾ ഇവന്മാർ ചോദിച്ചു എന്താ ചെയ്യേണ്ടേ, ഇനിയിപ്പോൾ ഞങ്ങൾ ഈ പ്രതിമ എവിടെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ ഒരെണ്ണം പോലും അവശേഷിക്കരുത്, മുഴുവൻ കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇനി ആ പ്രതിമ ആരും കാണണ്ട എന്ന്, അങ്ങനെ നശിപ്പിച്ച് അത് മുഴുവൻ തച്ചുടച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് ചോദിച്ചപ്പം എന്ത് പ്രശ്നമാകാൻ, ഒരു പ്രശ്നമാകാൻ പോകുന്നില്ല, നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇവന്മാരെ ചാട്ടെ കയറ്റുക. അഭി പറഞ്ഞ അനുസരിച്ച് ഇവന്മാർ ശരി, അഭി സാറ് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ലല്ലോ എന്നും പറഞ്ഞ് ഇവന്മാർ ഇതുമായിട്ട് പോകണം അങ്ങനെ അത് നശിപ്പിക്കാൻ. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ പ്രതിമയെ തേടാനായിട്ട് ഇങ്ങനെ നയനയോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഗോവിന്ദേട്ടൻ. അപ്പോൾ ഗോവിന്ദേട്ടനെ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകണ്ട, നാളെ രാവിലെ പ്രതിമ കൊണ്ടുപോകാനുള്ള പ്രതിമയുടെ അവകാശികൾ വരുമ്പോൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും, അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയണു. അപ്പോഴേക്കും കനകത്തിനാണെങ്കിലും നന്ദുവിനാണെങ്കിലും ഒക്കെ ആകെ സങ്കടമാണ്. അപ്പോൾ നന്ദുവും പറഞ്ഞു അവന്മാർ അധിക ദൂരമൊന്നും പോയി കാണത്തില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം, അവന്മാരെവിടെയാണെങ്കിലും നമുക്കത് കണ്ടുപിടിക്കണം, കാരണം ഇത്രയും വലിയൊരു ചതി അത് മനഃപൂർവ്വം പ്ലാൻ ചെയ്തുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, ആരോ മനസ്സറിഞ്ഞ് ചെയ്തിരിക്കുന്നതാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവന്മാരെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞു. നന്ദു അങ്ങനെ അങ്ങ് ഇറങ്ങി. അപ്പം നന്ദു ഒക്കെ പോകാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു വേണ്ട, ആരും പോവണ്ട, ഞാൻ പോയി നോക്കിക്കോളാം, അതെവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നോളാമെന്ന്. അങ്ങനെ നമ്മുടെ ആദർശ് തന്നെ അതിങ്ങോട്ടേക്ക് പറയുന്നു, ഇവരെ സഹായിച്ചോളാമെന്ന്. അങ്ങനെ ആദർശ് ഇത് തപ്പിത്തേടി പോകുന്ന ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ കഥയിൽ സൂപ്പർ ഹിറ്റായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നയനയുടെ ആ ഒരു
പ്രതിമകളെ കൊണ്ടുപോയി നശിപ്പിക്കാനൊന്നും അഭി വളർന്നിട്ടില്ല. അഭിയുടെ ഗുണ്ടകളും വളർന്നിട്ടില്ല. അവന്മാർക്കിട്ടുള്ള പണിയും കൊടുത്ത് ആദർശ് തന്നെ അത് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.